ഇനി തദ്ദേശ തർക്കത്തിന്റെ വിശേഷത്തിലേക്ക് പോകാം. മലപ്പുറം പൊന്മുട്ടം പഞ്ചായത്തിലെ തർക്കത്തെക്കുറിച്ച് അറിയാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ മലപ്പുറം പൊന്മുട്ടം പഞ്ചായത്തിൽ UDF-ന് തിരിച്ചടിയായി കോൺഗ്രസ് മുസ്ലിം ലീഗ് തർക്കം. ലീഗ് ഭരിക്കുന്ന ഭരണസമിതിക്കെതിരെ പദയാത്ര നടത്തിയാണ് കോൺഗ്രസ് പ്രചാരണം തുടങ്ങിയത്. CPI-യുമായി ചേർന്ന് ജനകീയ മുന്നണി രൂപീകരിച്ച് മത്സരിക്കാനാണ് നീക്കം. വർഷങ്ങൾക്ക് മുൻപേ കോൺഗ്രസ് ലീഗ് സഖ്യം തകർന്ന പൊന്മുട്ടം പഞ്ചായത്തിൽ കോൺഗ്രസ് ഈ ജാഥ നടത്തുന്നത് ലീഗിന്റെ പഞ്ചായത്ത് ഭരണത്തിനെതിരെയാണ്. മുദ്രാവാക്യത്തിൽ RSS-മായി പാർട്ടി ചേർക്കുന്നതിൽ കടുത്ത പ്രതിഷേധമുണ്ട് ലീഗ് പഞ്ചായത്ത് നേതൃത്വത്തിന്. ജില്ലാ അതേപോലെ തന്നെ സംസ്ഥാനത്തെ നേതാക്കന്മാരുടെ അവരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി ഇവിടെ UDF വേണ്ട എന്നുള്ള ഒരു സമ്മതത്തോടു കൂടി തന്നെയാണ് ഇവിടുത്തെ പൊന്മുട്ടം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇവിടെ നമ്മൾക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള റാലിയൊക്കെ നടന്നെന്ന് പറഞ്ഞിട്ടു. അപ്പോൾ അതൊക്കെ അതിലൊക്കെ വന്നിരിക്കുന്ന മുദ്രാവാക്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട രീതിയിലുള്ള മുദ്രാവാക്യമാണ്. മുസ്ലിം ലീഗിൻ്റെ ദേശീയ നേതൃത്വത്തൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള വളരെ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത്. UDF-ന് പുറത്തുള്ള ഒരു പാർട്ടിയുമായും കൂട്ടുകൂടില്ലെന്നാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടെങ്കിലും പൊന്മുണ്ടയിൽ അങ്ങനെയല്ല. ജനകീയ ബദലിന് ആവശ്യമായത് ചെയ്യുന്നുണ്ടെന്നാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ വിശദീകരണം. ഞങ്ങൾ മുമ്പ് വിശദീകരിച്ച പോലെ തന്നെ UDF-ന് പുറത്തുള്ള ഒരു കക്ഷിയുമായും ഔദ്യോഗിക സ്വഭാവത്തിലുള്ള ഒരു സഖ്യവും ഞങ്ങൾ ആലോചിക്കുന്നില്ല. എന്നാൽ പൊതുവികാരം പൊതുജനങ്ങളുടെ പിന്തുണ എല്ലാവിധത്തിലും ആർജിക്കാനുള്ള രീതിയിൽ തന്നെ കോൺഗ്രസ് അത് ഉത്തരവാദിത്വത്തോടെ കാണുന്നു എന്നേ ഉള്ളൂ. മുഴുവൻ സീറ്റിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് ലീഗ്. എല്ലാ വാർഡിലേക്കും ജനകീയ മുന്നണി സ്ഥാനാർത്ഥികളെ കണ്ടെത്തി ലീഗിനെ പരാജയപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. ന്യൂസ് മലയാളം, മലപ്പുറം.